വെൽക്കം ടു ബൈലിംഗോ ട്യൂട്ടോറിയൽ. ദിസ് ഇസ് മായ ആനന്ദൻ. സോ പ്ലസ് ടുവിൻ്റെ റിസൾട്ടൊക്കെ വന്ന് എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ടെന്ന് വിചാരിക്കുന്നു. പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു ടീച്ചർ ആവണം എന്ന് ആഗ്രഹമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ദിസ് വിൽ ഹെൽപ്പ് യു. അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് ഡയറക്റ്റ് ഏതൊക്കെ കോഴ്സ് ചെയ്യണം, ടീച്ചറാവാൻ ഏതൊക്കെ കോഴ്സ് പഠിക്കണം എന്നൊന്നും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നമുക്ക് ഈ വീഡിയോയിലൂടെ അതൊന്ന് ഡിസ്കസ് ചെയ്യാം. പ്ലസ് ടു കഴിഞ്ഞ് ഉടനെ നമ്മൾ പഠിക്കേണ്ട കോഴ്സ് ഉണ്ട്, അതായത് പെട്ടെന്ന് ജോലിക്ക് കയറാൻ. അപ്പോൾ ആ കോഴ്സസിനെ കുറിച്ച് അറിയുന്നതിന് മുമ്പ്, ഒരു ടീച്ചർ ആവുന്നതിന് മുമ്പ് നമ്മളെക്കുറിച്ച് അറിയണം. നമ്മളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയാലേ ഏത് കോഴ്സ് നമുക്ക് എടുക്കണം എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളെക്കുറിച്ച് നമ്മൾ ആദ്യം അറിയേണ്ട കാര്യം, നമുക്ക് ഏത് സബ്ജക്റ്റാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതായത് ചെറിയ ക്ലാസ് മുതൽ നമ്മൾ പല സബ്ജക്ട്സ് പഠിച്ച് വരുന്നുണ്ട്. അതിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഏതാണെന്നുള്ളത് ആദ്യം തിരിച്ചറിയണം. ആ സബ്ജക്റ്റ് വെച്ചിട്ട് വേണം മുമ്പോട്ടുള്ള സ്റ്റഡീസ് പോകാൻ. പിന്നെ അടുത്തത്, നമുക്ക് നമ്മുടെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിനോടുള്ള നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത് കണ്ടെത്തുക. അതായത് ചിലർക്ക് കുറച്ച് കാലം പഠിച്ചാൽ മതി, പെട്ടെന്ന് ജോലിക്ക് കയറണം എന്നുള്ളവരുണ്ടാവും. ടീച്ചറാവുമ്പോൾ തന്നെ ടീച്ചറാവണം എന്നാണ്, എന്നാൽ പെട്ടെന്ന് ജോലിക്ക് കയറണം എന്നുള്ളവരുണ്ടാവും. ചിലരുണ്ടാവും കുറച്ചധികം പഠിക്കണം, കുറച്ച് വിദ്യാസമ്പന്നരായിട്ട് വേണം ജോലിക്ക് കയറാൻ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവർ പിന്നെ എന്താണ്, കുറച്ച് പഠിക്കാം, അങ്ങ് അധികം കുറേ നാൾ വെയിറ്റ് ചെയ്യാനൊന്നും സമയമില്ല, എന്നാൽ അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആയിട്ട് തന്നെ ടീച്ചറായാൽ മതി എന്ന് വിചാരിക്കുന്നവരും ഉണ്ടാവും. അപ്പോൾ ഇതിലേതാണ് നിങ്ങളെന്നുള്ളത് കണ്ടെത്തുക. അതായത് പെട്ടെന്ന് ജോലിക്ക് കയറണം, കുറച്ചേ പഠിക്കാൻ സമയമുള്ളൂ. പിന്നെ അടുത്തത്, കുറച്ചാളും കൂടെ പഠിക്കാം. ഒരു മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഡിഗ്രി, BEd അങ്ങനെയെങ്കിലും പഠിക്കാം. അതല്ല, കുറേ നാൾ പഠിച്ച് അത്യാവശ്യം മാക്സിമം എഡ്യൂക്കേഷൻ നേടിയിട്ട് ടീച്ചിങ് ഫീൽഡിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിക്കുന്നവരും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള പലതരത്തിലുള്ളവർക്ക് ഏതൊക്കെ കോഴ്സ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ തേർഡ് വൺ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, നമുക്ക് പഠിപ്പിക്കാൻ ഏത് തരം കുട്ടികളെയാണ് പഠിപ്പിക്കാൻ ഇഷ്ടം. അതായത് തീരെ ചെറിയ കുട്ടികളെ പഠിപ്പിക്കാനാണോ ഇഷ്ടം, അതിലും കുറച്ചുകൂടെ മുതിർന്നിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കാനാണോ ഇഷ്ടം, നന്നായിട്ട് മുതിർന്നിട്ട് നമ്മുടെ ഒപ്പം നിൽക്കാൻ കഴിവുള്ള കുട്ടികളെ പഠിപ്പിക്കാനാണോ ഇഷ്ടം. അപ്പോൾ ഇതിൽ ഏത് കാറ്റഗറി ഓഫ് സ്റ്റുഡൻസിനെയാണ് നമുക്ക് പഠിപ്പിക്കാൻ ഇഷ്ടം എന്നതും കൂടെ കണക്കാക്കിയിട്ട് വേണം നമ്മുടെ കോഴ്സ് ചൂസ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ കോഴ്സസാണ് ടീച്ചിങ് ഫീൽഡിലേക്കുള്ളതെന്ന് നോക്കാം. പ്ലസ് ടു കഴിഞ്ഞാൽ ഉടനെ ചെയ്യാൻ പറ്റുന്ന കോഴ്സ് DLED ആണ്, പണ്ടത്തെ TTC. DLED പഠിച്ചു കഴിഞ്ഞാൽ വേറൊരു പ്രത്യേകതയും കൂടെയുണ്ട്. നിങ്ങൾ ടീച്ചിങ് തന്നെ PSC നോക്കുന്നവരാണെങ്കിൽ, ഇപ്പോൾ ടീച്ചിങ് അല്ലെങ്കിൽ പോലും ജനറൽ PSC നോക്കുന്നവരുണ്ടാവും, ഒരു ക്ലർക്കായിട്ട് കയറണം എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാവും. അവർക്കും ഇത് നല്ല ബെനിഫിഷ്യലാണ് കേട്ടോ. കാരണം നമ്മുടെ LD ക്ലർക്കിൻ്റെ എക്സാം എഴുതുമ്പോൾ നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് ഒരു 7 lakh തൊട്ട് 15 lakh വരെയുള്ള ആൾക്കാരായിരിക്കും നമ്മുടെ ആപ്ലിക്കൻസ് ആയിട്ട് വരുന്നത്. LP സ്കൂളിലെ ടീച്ചറായിട്ട് കയറണമെങ്കിൽ നമുക്ക് വേണ്ടത് DLED എന്നുള്ള കോഴ്സും പിന്നെ പ്ലസ് ടു ബേസിക് എഡ്യൂക്കേഷനുമാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഒരു കോഴ്സ് ചെയ്തിട്ട് ജോലിക്ക് കയറണമെന്ന് വിചാരിക്കുന്നവർ ഇത് ചെയ്തോളൂ, DLED ചെയ്തോളൂ. അതായത് ഡിപ്ലോമ ഇൻ എലിമെൻ്ററി എഡ്യൂക്കേഷൻ, DLED. ഓക്കെ, ഇത് 2 വർഷത്തെ കോഴ്സാണ്. ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പ്രൈമറി സ്കൂളിൽ പഠിപ്പിക്കാം. ഓക്കെ, അതായത് സ്റ്റേറ്റ് സിലബസ് ആണെങ്കിൽ പ്രൈമറിയിലായിരിക്കും, അതായത് LP സ്കൂളിൽ പഠിപ്പിക്കണമെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ DLED ചെയ്യണം, പഴയ TTC. ഓക്കെ, പിന്നെ നമുക്ക് CBSE അതുപോലത്തെ സ്കൂളുകളിലാണെങ്കിൽ PRT, പ്രൈമറി ടീച്ചറായിട്ടും വർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു PSCയിൽ നമ്മുടെ LD ക്ലർക്ക് എഴുതുന്നത് പോലെ, LD ക്ലർക്കിൽ നമുക്കറിയാം 7 ലക്ഷം മുതൽ 15 ലക്ഷം വരെ ആപ്ലിക്കൻസ് ഉണ്ടാവും. LDCക്ക് പഠിക്കുന്ന അതേ പാറ്റേൺ അല്ലെങ്കിൽ അതേ സിലബസ് ആണ് നമ്മുടെ LP സ്കൂൾ അസിസ്റ്റൻറ്റിനും വേണ്ടത്. അതായത് ജനറൽ സ്റ്റഡീസാണ്, ജനറൽ ഇംഗ്ലീഷ്, ജനറൽ സയൻസ്, ജനറൽ ആയിട്ടുള്ള ടോപ്പിക്സ്, ജനറൽ നോളജ്, അതിൻ്റെ കൂടെ കുറച്ച് ടീച്ചർ എഡ്യൂക്കേഷനും കൂടെ ഉണ്ടാവും. പക്ഷേ ഇവിടുത്തെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ LDC പോലെയല്ല, ഈ 7 lakh ഒന്നും നമുക്ക് ആപ്ലിക്കൻസ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ കോമ്പീറ്റ് ചെയ്യേണ്ടത് കുറച്ച് പേരോടായിരിക്കും. എന്നാൽ കോമ്പറ്റീഷൻ നല്ല ടൈറ്റായിട്ടുണ്ട്, എന്നാലും കോമ്പീറ്റ് ചെയ്യേണ്ടവരുടെ എണ്ണം കുറവായിരിക്കും. അപ്പോൾ അതൊരു ഭയങ്കര ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പ്രൈമറി സ്റ്റുഡൻസിന്, അതായത് ഏറ്റവും ചെറിയ കുട്ടികളെ 4ാം ക്ലാസ് വരെ 5ാം ക്ലാസ് വരെയൊക്കെയുള്ള കുട്ടികളെ പഠിപ്പിക്കാനുള്ള ക്വാളിഫിക്കേഷനാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്.
ഇതിൽ പാറ്റേണിൽ വ്യത്യാസം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 4ാം ക്ലാസ് 5ാം ക്ലാസ് എന്നൊക്കെ പറഞ്ഞത്. ഇപ്പോൾ വരെ നമുക്ക് 4ാം ക്ലാസ് ആയിരുന്നു പ്രൈമറി, ലോവർ പ്രൈമറി. ഇനി അതിനൊക്കെ മാറ്റം വരും. NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 കുറേ മാറ്റങ്ങൾ അവർ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ പാറ്റേൺസ് മാറി വരുന്നതിനനുസരിച്ച് നമ്മളതിൻ്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് 4th വരെ നമ്മൾ PRT ആയിട്ട് പറയുന്നത്, അല്ലെങ്കിൽ പ്രൈമറി ടീച്ചർ, ലോവർ പ്രൈമറി ടീച്ചറായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി ലോവർ പ്രൈമറി കഴിഞ്ഞു, അപ്പർ പ്രൈമറിയും ഹൈസ്കൂളും ഉണ്ട് നമുക്ക്. അതിന് നമ്മൾ ഏത് ക്വാളിഫിക്കേഷനാണ് വേണ്ടതെന്നൊന്ന് നോക്കാം. അപ്പോൾ അപ്പർ പ്രൈമറി ആണെങ്കിൽ ബാച്ചിലർ ഓഫ് എലിമെൻ്ററി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് ഉണ്ട്, BLED. DLEDൻ്റെ അടുത്ത ലെവല് BLED. ഓക്കെ, ഇതൊരു 4 ഇയർ കോഴ്സാണ്. അതുകൂടാതെ CUET എന്ന് പറഞ്ഞിട്ട് ഒരു എൻട്രൻസ് ടെസ്റ്റ് എഴുതിയാലേ നമുക്കിതിൽ അഡ്മിഷൻ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ BLED, DLED അല്ല, BLED ബാച്ചിലറാണ്, ബാച്ചിലർ കോഴ്സാണ്. നമുക്കറിയാം ഹൈസ്കൂളിൽ പഠിപ്പിക്കണമെങ്കിൽ BEd വേണം അല്ലേ. അപ്പോൾ ഇപ്പോഴത്തെ പാറ്റേൺ അനുസരിച്ചിട്ട് BEd, നമ്മൾ ടീച്ചറെന്ന് കേൾക്കുമ്പോഴേ നമ്മൾ കേൾക്കുന്ന കോഴ്സാണ് BEd വേണം നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഹൈസ്കൂളിൽ പഠിപ്പിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? BEd വേണം. ഇപ്പോൾ പല CBSE സ്കൂളിലും അവർ BEd ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ PRT ആണെങ്കിലും TGT ആണെങ്കിലും, TGT മീൻസ് ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ. അപ്പോൾ BEd ചെയ്യണമെങ്കിൽ അതിനു മുമ്പ് നമ്മളൊരു ഗ്രാജുവേഷൻ തീർത്തിട്ടുണ്ടാവണം. ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ BEdൻ്റെ പ്രത്യേകത അതാണ്, നമ്മളൊരു ഗ്രാജുവേഷൻ തീർത്തിട്ട് വേണം BEd എടുക്കാൻ. അപ്പോൾ 3 വർഷത്തെ ഗ്രാജുവേഷൻ, അതായത് ഡിഗ്രി കഴിഞ്ഞിട്ട് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ BEd ചെയ്തോളുക, ടീച്ചിങ് ഫീൽഡിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ. ബിക്കോസ് നമ്മുടെ 2030 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്കോപ്പ് എന്താകും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. BEd എന്നുള്ള കോഴ്സ് ഉണ്ടോ എന്നതിനൊന്നും ഒരു ഉറപ്പുമില്ല. അപ്പോൾ ഏകദേശം 2030 BEd ഒക്കെ നിർത്തും എന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. മാറ്റങ്ങൾ വരാം, നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് BEd എന്ന് പറയുന്ന കോഴ്സ് ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്നവരുണ്ട്. നിങ്ങൾ ടീച്ചിങ് ഫീൽഡിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ഉടനെ BEd ചെയ്തോളുക. ഓക്കെ, ഇനി നിങ്ങൾ DLED ചെയ്യുക എന്ന് പറയുന്നത് വേസ്റ്റ് ഓഫ് ടൈം ആയിരിക്കും. പക്ഷേ ഈ ലോവർ പ്രൈമറി സ്കൂൾ കുട്ടികളെ പഠിപ്പിക്കണം എന്ന് ആഗ്രഹമുള്ളവർ DLED എടുക്കാം. ബാക്കി നിങ്ങൾ BEd എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് UP സ്കൂൾ അസിസ്റ്റൻ്റായിട്ടും ഹൈസ്കൂൾ അസിസ്റ്റൻ്റായിട്ടും അപ്ലൈ ചെയ്യാം. ഹൈസ്കൂൾ വരെ നമുക്ക് പഠിപ്പിക്കാം. അപ്പോൾ ഡിഗ്രി ഉണ്ടെങ്കിൽ ഏത് ഡിഗ്രിയും നമുക്ക് അവിടെ എടുക്കാം. അതായത് BA, BCom, BSc ഏതാണെങ്കിലും, ട്രഡീഷണൽ കോഴ്സ് ഏത് ചെയ്തു വന്നതാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ BEd എടുക്കാം. ഓക്കെ, FIUGP അല്ല ഞാൻ പറയുന്നത്, പുതിയ ഡിഗ്രി കോഴ്സ് അല്ല, 4 ഇയർ കോഴ്സ് അല്ല പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ BEdൻ്റെ ചാൻസസ് ഇല്ലാതെ ആവുന്നു എന്നുള്ളത് പറഞ്ഞല്ലോ. അപ്പോൾ ഈ BEd നിൽക്കുന്നതിന് മുമ്പ് തന്നെ BEdന് ഓൾട്ടർനേറ്റീവായിട്ടൊരു കോഴ്സ് ഉണ്ടായിരിക്കുമല്ലോ. അതാണ് അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത്, ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം. അപ്പോൾ ഇതിൽ നമുക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ നമ്മൾ NCET എന്ന് പറഞ്ഞിട്ട് ഒരു എൻട്രൻസ് ടെസ്റ്റ് എഴുതണം. ഡിഗ്രി ചെയ്തിട്ടില്ല എന്നാൽ നിങ്ങൾക്ക് ടീച്ചിങ് ഫീൽഡിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അത് 4 ഇയർ കോഴ്സാണ്. നമുക്കിഷ്ടമുള്ള സബ്ജക്റ്റ് ചൂസ് ചെയ്തിട്ട് 4 ഇയർ കോഴ്സ് ചെയ്യാം. അപ്പോൾ BA നിങ്ങൾക്കിപ്പോൾ ഇംഗ്ലീഷാണ് ഇഷ്ടമെങ്കിൽ ഓക്കെ, വിത്ത് BA ഇംഗ്ലീഷ് യു ആർ ഗെറ്റിംഗ് BEd. BSc സുവോളജി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ ആയിരിക്കും നിങ്ങൾക്ക് BEd കിട്ടുന്നത്. അതായത് ഒരു ഡിഗ്രി കോഴ്സിൻ്റെ കൂടെ. ഇനി BCom ആണെന്ന് വിചാരിക്കുക, അപ്പോൾ BEd വിത്ത് BCom ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് ഈ ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഹൈസ്കൂൾ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് BEd അല്ലെങ്കിൽ ITEP ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഹൈസ്കൂൾ വരെയുള്ള കുട്ടികളുടെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഹയർ സെക്കൻഡറി കുട്ടികളെ, അതായത് +2 വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും കൂടെ ഒപ്പമാക്കിയിട്ട് HST എന്ന പോസ്റ്റാണ് നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ളത്. അപ്പോൾ എന്താണേലും ആ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്കൊരു PG വേണ്ടതുണ്ട്. അതായത് ട്രഡീഷണൽ കോഴ്സിൽ പഠിച്ചു വരുന്നവരാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ BEd ചെയ്യുവാണെങ്കിൽ യു ഹാവ് ടു ഡു PG ചെയ്താലേ നമുക്ക് ഈ ഹയർ സെക്കൻഡറി പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ കൂടെ സെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള എക്സാമൊക്കെ പാസ്സാവണം. അതിൻ്റെ ഒക്കെ ബെറ്റർ നമ്മൾ PG ചെയ്യുന്നവർക്ക് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് നെറ്റ് പാസ്സായി എടുക്കുക എന്നുള്ളതാണ്. അത് നെറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഡിഗ്രി പഠിക്കുമ്പോൾ തൊട്ട് അതിന് വേണ്ടി പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. ഓക്കെ, +2 വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ നമുക്ക് ഡിഗ്രി, BEd, PG ഉണ്ടെങ്കിൽ നടക്കും. ഓക്കെ, അപ്പോൾ ഇനി അതിലും മുതിർന്ന കുട്ടികൾ,
അതായത് നമുക്കറിയാം ഡിഗ്രി ആൻഡ് PG സ്റ്റുഡൻസ്, ഇവരെ പഠിപ്പിക്കാൻ നമുക്ക് എന്ത് ക്വാളിഫിക്കേഷനാണ് വേണ്ടത്? അവരെ പഠിപ്പിക്കാൻ ഈ ടീച്ചർ സ്പെസിഫിക് കോഴ്സസ് ഒന്നും നമുക്ക് ആവശ്യമില്ല. ബെറ്റർ ഡിഗ്രി ചെയ്യുക, PG ചെയ്യുക, പിന്നെ നെറ്റ് എഴുതിയെടുക്കുക, PhD ചെയ്യുക. ഓക്കെ, ഇപ്പോൾ PhD സ്ട്രിക്റ്റാക്കി വരുന്നുണ്ട്. അപ്പം നമുക്കറിയാം ഇപ്പോൾ 4 ഇയർ കോഴ്സ് ആയിക്കഴിഞ്ഞാൽ PhD ഒന്നും അത്ര വലിയ റിസ്ക് ഉള്ള കാര്യങ്ങളൊന്നും അല്ലാതെയായി തീരും. അതൊക്കെ നമുക്ക് വഴിയെ ഡിസ്കസ് ചെയ്യാം. മാറി വന്നിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റംസ് നമുക്ക് ഒന്നുകൂടെ പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഈ പാറ്റേൺ പറഞ്ഞു പോവാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? ഡിഗ്രി, PG, നെറ്റ് എക്സാം പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി ആൻഡ് PG സ്റ്റുഡൻസിനെ പഠിപ്പിക്കാം. PhDയും കൂടെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെൻറ്റൽ ലെവലിലുള്ള പോസ്റ്റിന് അപ്ലൈ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ഇനി ഇപ്പോൾ B.Ed സ്റ്റുഡൻസ് ഉണ്ട് ഇനി അല്ലേ? നമുക്കറിയാം അടുത്ത ലെവലാണ് B.Ed സ്റ്റുഡൻസ് ഉണ്ട്, M.Ed സ്റ്റുഡൻസ് ഉണ്ട്. ഇവരെ പഠിപ്പിക്കാനായതാ കോഴ്സ് ചെയ്യേണ്ടത്? B.Ed സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് M.Ed കോഴ്സ് ചെയ്താൽ മതി. മാസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് ചെയ്താൽ മതി. ആ മാസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് B.Ed സ്റ്റുഡൻസിനെയും പഠിപ്പിക്കാം, M.Ed സ്റ്റുഡൻസിനെയും പഠിപ്പിക്കാം. പക്ഷേ അവിടെയും നിങ്ങൾ നെറ്റ് പാസ്സാവണം എന്നുണ്ട്, PhD ചെയ്യണം എന്നുണ്ട്. ഹയർ ലെവലുള്ള എഡ്യൂക്കേഷനെ നമുക്ക് അവിടെ ടീച്ചറായിട്ട് വരുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ നെറ്റ് പാസ്സാവണം, PhD ചെയ്യണം. അപ്പോൾ ഈ കാറ്റഗറിയിലുള്ള എഡ്യൂക്കേഷൻ്റെ കാര്യം അല്ലെങ്കിൽ ടീച്ചർ റിലേറ്റഡ് കോഴ്സസിൻ്റെ കാര്യം കഴിഞ്ഞു. പിന്നെ വരുന്നത് ഒരു കാറ്റഗറിയും കൂടിയുണ്ട്, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ. സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നമ്മൾ സ്പെഷ്യലായിട്ടുള്ള കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കണമെങ്കിൽ ഏത് കോഴ്സ് ചെയ്യണം എന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം. BA സ്പെഷ്യൽ എഡ്യൂക്കേഷനാണ് അതിന് വേണ്ടത്. ഇത് 3 to 4 ഇയേഴ്സ് ഉണ്ട്. അതായത് ഇപ്പോൾ നിൽക്കുന്നത് 3 ഇയർ കോഴ്സാണ്, ഇനി 4 ഇയർ കോഴ്സും കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 3 to 4 ഇയർ കോഴ്സാണ് BA സ്പെഷ്യൽ എഡ്യൂക്കേഷൻ വരുന്നത്. സ്പെഷ്യൽ ചിൽഡ്രനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലും ഡ്രോബാക്സ് ഒക്കെ ഉള്ള കുട്ടികളെ പഠിപ്പിക്കാൻ, സ്പെഷ്യൽ സ്കൂളിൽ പഠിപ്പിക്കാനൊക്കെ ആയിട്ട് അങ്ങനെയും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ടീച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് നമുക്കുള്ളത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമ്മളുടെ കുട്ടികളോട് ഏത് കാറ്റഗറി ഓഫ് കുട്ടികളെയാണ് നമുക്കിഷ്ടം, എത്ര വർഷം ഇതിനു വേണ്ടി സ്പെയർ ചെയ്യാൻ നമ്മൾ തയ്യാറാണ്, ഇതൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ കോഴ്സ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൽ B.Ed കോഴ്സും 2 വർഷമാണ്, M.Ed കോഴ്സും 2 വർഷമാണ്. അതിൻ്റെ രണ്ടിൻ്റെയും ടൈം ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ B.Ed കോഴ്സ് ചെയ്യണമെങ്കിലും ഡിഗ്രി പ്ലസ് 2 ഇയർ B.Ed നിങ്ങൾ ചെയ്യണം. M.Ed കോഴ്സാണ് ചെയ്യേണ്ടതെങ്കിൽ ഡിഗ്രി പ്ലസ് B.Ed പ്ലസ് M.Edഉം കൂടെ ചെയ്യണം. ഓക്കെ, മാസ്റ്റർ ഓഫ് എഡ്യൂക്കേഷനാണ് അവിടെ വരുന്നത്. പിന്നെ +2 പഠിപ്പിക്കണമെങ്കിൽ നിങ്ങൾ ഡിഗ്രി പ്ലസ് B.Ed പ്ലസ് PGയും കൂടെ ചെയ്യണം. അപ്പോൾ കുറച്ച് വർഷങ്ങൾ സ്പെയർ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഹയർ ലെവലിലുള്ള എഡ്യൂക്കേഷനിലേക്ക് പോവാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് കോഴ്സാണ് ചേരേണ്ടതെന്ന് ചൂസ് ചെയ്തോളൂ, തീരുമാനിച്ചോളൂ. പിന്നെ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ജോബ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ്. ഓക്കെ, പിന്നെ നിങ്ങൾ ഡിഗ്രിയാണ് ചേരാൻ പോകുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ, നിങ്ങൾക്ക് ഉപകാരപ്പെടും. താങ്ക്